ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. എന്നിൽ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. എന്നെ വിശ്വസിപ്പിൻ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. അഥവാ യേശു ക്രിസ്തു ലോക രക്ഷിതാവാണ്, ലോക സൃഷ്ടാവാണ്, സകല ജനത്തിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്. പാപത്തിനു വേണ്ടി മനുഷ്യൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയവനാണ്. ആ കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ഹല്ലേലൂയ, എന്നെ വിശ്വസിപ്പിൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുമെന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് പകൽ ഓർപ്പിക്കുമ്പോൾ, കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മനം നൊന്ന് കണ്ണുനീരോടെ ഭാരതത്തോടെ കരയുന്ന സ്നേഹിത സഹോദര സഹോദരി, ഇന്ന് പകൽ നിൻ്റെ ജീവിത ഭാരങ്ങൾ എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും അതിന് നടുവിൽ യേശു ക്രിസ്തുവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയും എന്നുള്ള വിശ്വാസത്തോടെ നീ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയത്തെ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നിലൂടെ ചില അത്ഭുതങ്ങൾ ചെയ്യും. നാളുകളായി മനസ്സ് തകർന്ന് സങ്കടപ്പെട്ട് കണ്ണുനീരോടെ നീ വേദനയുടെ ആ മുഖത്തായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിനക്ക് വേണ്ടി ചില വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽ ആ യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവ് നിനക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുക. യേശു തിരഞ്ഞെടുത്ത അല്ലരിയ ജനമാണ് നാം ഓരോരുത്തരും. കർത്താവായ യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ലോകത്ത് ജീവിക്കുന്ന നാം ഓരോരുത്തരും അവൻ്റെ മക്കളാണ്. നാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ സകലത്തിനും അവകാശികളുമാണ്. അതുകൊണ്ട് ഈ ഭൂമി ഞാനും നിങ്ങളും ഒന്നിനാലും ഭാരപ്പെട്ടു പോകാതെ, മനം തകർന്നു പോകാതെ സകലത്തെ നിർവഹിക്കുവാൻ കഴിയുന്ന യേശുവിനോട് നിന്റെ ജീവിത ഭാരങ്ങൾ, കുടുംബഭാരങ്ങൾ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ, നീ നിരാശയോടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ, വിവിധമായ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ രോഗം പോലെ നിന്റെ ജീവിതത്തിൽ നീ തളർന്നിരിക്കുന്ന അനുഭവങ്ങൾ, മാനസികമായ നിരാശകൾ, അവയ്ക്കെല്ലാം പരിഹാരം നൽകി നിന്നെ വീണ്ടെടുക്കുവാൻ കഴിയുന്നൊരു ദൈവമുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ചിലരുടെയൊക്കെ ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ ദൈവവചനം പറയുമ്പോൾ പലരും കഷ്ടതയുടെ, സങ്കടത്തിൻ്റെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോവുകയാണ്. ഈ ഭൂമി ജനിച്ചു പോയല്ലോ എന്നോർത്ത് ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ട്. മരിച്ചാൽ മതി എന്ന് പറയുന്ന ചിന്തിക്കുന്ന ചില ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, മരണത്തിന് നിന്നെ ഇതുവരെ ഏൽപ്പിച്ചു കൊടുക്കാതെ കർത്താവ് സൂക്ഷിച്ചത് എന്തിനാണ്? ആമേൻ, നീ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ചെയ്യുന്ന പ്രവൃത്തികളെ നിന്നിലൂടെ ചെയ്തെടുപ്പാൻ നമ്മുടെ കർത്താവിന് ഇഷ്ടമായതുകൊണ്ട് അതുകൊണ്ട് ദൈവം നിന്നെ ജീവനോടെ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് ഒരു സംഭവത്തെ കൊണ്ടുവരാം. ഒരു സംഭവത്തെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക. ഒരു വലിയ കുളമുണ്ടായിരുന്നു. അത് മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞിരുന്നു. അതിൻ്റെ അടുത്ത് കൃഷി ചെയ്യുന്ന വലിയൊരു പാടമുണ്ട്. എന്നാൽ വെള്ളമില്ലാത്തത് കൊണ്ട് ആ പാടം എന്ത് ചെയ്തു? വറ്റി വരണ്ട് കിടക്കുന്നു. അവിടെ കൃഷി ചെയ്യുവാൻ കഴിയില്ല. കുളമുണ്ട്, പാടമുണ്ട്, കുളത്തിൽ നിറച്ച് വെള്ളമുണ്ട്, പക്ഷെ പാടശേഖരം ഉണങ്ങിക്കിടക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ കുളത്തിൽ നിന്നും വെള്ളം പാടത്തിലേക്ക് ഒഴുക്കി വിടുവാൻ കഴിയുന്ന ഒരു നല്ല ചാല് അഥവാ ഒരു കനാൽ ഇല്ലാത്തത് കൊണ്ട് പാടം വറ്റി വരണ്ട് കിടക്കുകയാണ്. കൃഷിക്കാരൻ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് താൻ ആ കുളത്തിൽ നിന്നും ഒരു ചാല് ആ പാടത്തേക്ക് കീറി. ആ പാടത്തേക്ക് ആ ചാല് കീറി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കുളത്തിൽ കിടന്ന വെള്ളം പാടശേഖരത്തിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. അങ്ങനെ പാടശേഖരം നനഞ്ഞ് കുതിർന്ന് അദ്ദേഹം പാടം ഉഴുതുമറിച്ച് വിത്തുകൾ വിതച്ചു. അങ്ങനെ ആ വിത്തുകൾ വിതച്ചതിൻ്റെ ഫലമായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 30, 60, 100 മേനി ഫലം ബൈബിൾ പറയുന്നത് പോലെ ദൈവം കൊടുത്തു എന്നുള്ളതാണ്. അത് നാം ചില പ്രതികൂലങ്ങളെ കണ്ട് മാറി നിൽക്കാതെ ആ പ്രതികൂലത്തിൻ്റെ സാഹചര്യം എവിടെയാണെന്ന് കണ്ടിട്ട് അതിനെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനുവേണ്ടി നീ ഞാനും പണിയെടുക്കുകയാണെങ്കിൽ ഈ പാടശേഖരത്തിൻ്റെ ഉടമ അല്ലെങ്കിൽ ആ കുളത്തിൽ നിന്ന് ചാലുകീറി കൊടുത്തതുപോലെ ഞാനും നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസം മുഖാന്തരം ദൈവം നമ്മുടെ ജീവിതത്തിലൂടെയും ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. അങ്ങനെ ദൈവത്തിന് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നീ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില നന്മകളെ ദൈവം നിനക്ക് വേണ്ടി നൽകുവാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകത്ത് കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ പിതാവായി ദൈവത്തെയും പുത്രനായി ഇരിക്കുന്ന യേശു ക്രിസ്തുവും തമ്മിൽ അടുത്ത ബന്ധമാണ്. രണ്ട് പാലങ്ങൾ അക്കരെ ഇക്കരെ ബന്ധിക്കുന്നത് പോലെ, ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് ഒരു പാലം ബന്ധിക്കുന്നത് പോലെ
കർത്താവായ യേശു ക്രിസ്തുവും പിതാവുമായിരുന്ന ബന്ധത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഈ ലോകത്തിൽ പാപത്തിൽ ജീവിക്കുന്ന എനിക്കും നിനക്കും സമാധാനം, സന്തോഷം, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടിയിലൂടെ ശാപത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൽ നമ്മെ വിടുവിച്ച് സ്വസ്ഥമാക്കി എടുക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനാണ്. ഹല്ലേലൂയ. ദൈവത്തിനും മനുഷ്യരുടെയിൽ ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നിൻ്റെ സകല ഭാരങ്ങളും, ഹല്ലേലൂയ, നീ മാനസികമായി തകരുന്ന പ്രതിസന്ധികൾ ഏതായിരുന്നാലും അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പ്രിയ സുഹൃത്തേ, നിൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയ അനുഭവമായിരിക്കാം. പലതിനെ ചൊല്ലി നീ വിചാരപ്പെട്ട് മനം കലങ്ങി ഇരിക്കുന്ന വ്യക്തിയായിരിക്കാം. എന്തിനാണോ ജീവിക്കുന്നതൊക്കെ ഓർത്ത് നീ കരയുന്നുണ്ടായിരിക്കാം. നിൻ്റെ തേങ്ങുന്ന ഹൃദയത്തെ കാണുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. യേശു ഇത് പകൽ നിന്നോട് പറയുന്ന ശക്തമായ ദൂത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിൻ്റെ പ്രതിസന്ധികളെ മറികടക്കുവാൻ കഴിയുന്ന വലിയൊരു ദൈവപ്രവൃത്തിയെ ഇന്ന് പകൽ യേശു നിൻ്റെ ജീവിതത്തിന്മേൽ അയക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നാം വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ നന്മ കാണാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട് 17-ാമത്തെയും 16-ാമത്തെ വാക്യം. ആമേ കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല എന്നവിടെ കാണാൻ കഴിയും. എന്താണ് അതിൻ്റെ സംഭവം? ആമ ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു വലിയ അത്ഭുതമാണ്. ആമേൻ അലിയ. അത് എത്രത്തോളം വലുതാണ്, എത്രത്തോളം അത്ഭുതത്തിൻ്റെ ആ പ്രശസ്തി നമ്മൾ വിശ്വസിക്കുന്നു, ആ അത്ഭുതത്തിൻ്റെ എത്രമാത്രം ദൈവിക സാന്നിധ്യമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. സാരാഫത്ത് എന്ന സ്ഥലത്തുണ്ടായിരുന്ന ഒരു വിധവയുടെ വീട്ടിൽ, അവളുടെ വീട്ടിൽ അല്ലെങ്കിൽ ആദ്യമായി വർദ്ധിച്ചു വരുന്ന ഒരു അത്ഭുതമാണ് ഉണ്ടാകുന്നത്. അവൾ കർത്താവിൻ്റെ വേലക്കാരനായിരുന്ന ഏലിയാവിന് അപ്പം നൽകിയത് കാരണം അവളുടെ പാത്രത്തിലെ മാവ് കുറഞ്ഞു പോയില്ല, എണ്ണയും കുറഞ്ഞു പോയില്ല. അത് നീ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, സാരാഫത്തിലെ വിധവ ദൈവത്താൽ അയക്കപ്പെട്ട ഏലിയാവിന് തൻ്റെ ഭവനത്തിലുണ്ടായിരുന്ന മാവിൽ നിന്ന് ചുട്ട അട കൊടുത്ത് അപ്പം കൊടുത്തതുപോലെ നീ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്നെ ഒന്ന് സമർപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, സരാഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോകാതെ അവരുടെ ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകാതെ നിന്നതുപോലെ നിൻ്റെ ഭവനത്തിൻ്റെ സകല ശൂന്യതയും മാറ്റി തരുവാൻ സർവശക്തനായ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിൻ്റെ ശൂന്യതയെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവം ആദിയിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ചു, ഭൂമി പാഴും ശൂന്യമായിരുന്നു. അതേ ശൂന്യമായി കിടന്ന ഭൂമിയുടെ മേൽ അവിടെ എഴുതിക്കുന്ന വെള്ളത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. എന്നാൽ ശൂന്യമായി കിടന്ന പാഴും പുരോഹിതമായി കിടന്നിരുന്ന ഭൂമിയെ ദൈവം ഒരു പുനരാവർത്തനത്തിലൂടെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതുപോലെ നിൻ്റെ ജീവിതത്തിനകത്തും ദൈവം ഒരു പുതിയ സൃഷ്ടിപ്പിനെ തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ ഏത് പ്രതിസന്ധി കടന്നു പോയാലും, കടമാകട്ടെ, ഭാരമാകട്ടെ, കുഞ്ഞുങ്ങളെക്കുറിച്ചാകട്ടെ, ഭാരമാകട്ടെ, ജോലിയില്ലാത്ത അനുഭവമാകട്ടെ, ജീവിതത്തിൽ നിരാശകളാകട്ടെ, സങ്കടങ്ങളാകട്ടെ, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വളരെ ഭാരപ്പെടുന്ന ഏത് ജീവിത സാഹചര്യമായിരുന്നാലും അതിൻ്റെ നടുവിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് പകൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ പറഞ്ഞല്ലോ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങനെയിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ജനത്തിൻ്റെ കണ്ണുനീരും ദുഃഖങ്ങളും സങ്കടങ്ങളും മാറ്റി അവരുടെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ മാറി കർത്താവേ ഒരു ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണം, സ്വസ്ഥത കൊടുക്കണമേ. ഭവനത്തിൻ്റെ ശൂന്യത മാറിപ്പോകട്ടെ. സാരാഫാത്തിലെ വിധവയുടെ കലത്തിലെ മാവ് തീരാതെ ഭരണിയിൽ എണ്ണ തീരാതെ നിന്നതുപോലെ ശൂന്യമായി കിടക്കുന്ന ഭവനത്തിൻ്റെ അവസ്ഥകൾ, ജീവിത സാഹചര്യങ്ങളെ ദൈവം മാറ്റി ഇന്ന് പകൽ വലിയൊരു സമൃദ്ധിയെ കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.